ഹലോ എവറി വൺ. ഇന്ന് നമുക്കൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ബേക്കിംഗ് അവനിലും വെക്കുന്നുണ്ട്, കുക്കറിലും വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വരൂ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 2 കപ്പ് മൈദ, അതാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ, പിന്നെ ഒരു 3/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബൈകാർബണേറ്റ്, പിന്നെ ഒരു 1 ടീസ്പൂൺ സോൾട്ടും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇടഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരും. ഇപ്പോൾ ഇതാ ഒരു 1.5 കപ്പ് ഷുഗർ പൗഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നമ്മുടെ വിസ്കർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എഗ് ബീറ്ററും വേണ്ട. ഇനിയിപ്പോൾ 1.5 കപ്പ് ഇതാ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1 കപ്പ് തൈരും. അപ്പോൾ കണ്ടില്ലേ, ബീറ്ററൊന്നും ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് ഓയിൽ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഫൈനലി ഒരു 2 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ എൻ്റെ കേക്ക് ടിൻ 2 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രീസും ചെയ്തു, മൈദ മാവ് വെച്ച് ഡസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പും ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാനായിട്ട്. ഇപ്പോൾ ബേക്കിംഗ് അവനും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ കുക്കറും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ ബേക്കിംഗ് അവനിലേക്കാണ് വെക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനൊരു 15 മിനിറ്റ്സിനാണ് വെച്ചത്. അതപ്പോൾ ബേക്കായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും 10 മിനിറ്റ്സ് കൂടി ചേർത്തു. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷേ എന്തായാലും 40 മിനിറ്റ്സ് കഴിയാതെ തുറക്കരുത്, ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേക്ക് അങ്ങോട്ട് ഇരുന്ന് പോകും. കുക്കറും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ചെറിയൊരു ചരുവം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് എൻ്റെ കേക്ക് ടിൻ വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വാഷറും മാറ്റിയിട്ട് ലിഡും വെച്ച് വെയിറ്റും വെക്കാതെ അങ്ങോട്ട് ഒരു 45 മിനിറ്റ്സ് ഫസ്റ്റ് വെച്ചു. അതിന് ശേഷം പിന്നെയും ഒരു 10 മിനിറ്റ്സ് വെച്ചപ്പോൾ നമ്മുടെ കേക്ക് അസലായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബേക്കിംഗ് അവനിലെ കേക്കും റെഡി ആയിട്ടുണ്ട്. കുക്കറിലെ കേക്ക് അസലായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, നല്ല മോയിസ്റ്റ്. കണ്ടില്ലേ എന്ത് സോഫ്റ്റ് മോയിസ്റ്റുമാണ് എന്ന പോലെ തന്നെയാണ് നമ്മുടെ ബേക്കിംഗ് അവനിലെ കേക്കും. എൻ്റെ കുട്ടികൾക്ക് ഈ ചോക്ലേറ്റ് കേക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ മിക്ക കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും ഇതുപോലത്തെ ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഈസി ആയിട്ട് അമ്മമാർക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.